അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 3 നീണ്ട വർഷങ്ങളായി 2 നീലക്കണ്ണുള്ള പുരുഷന്മാർ രഹസ്യമായി ഭൂമിക്കടിയിൽ ഒരു തുരുമ്പ് കുഴിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ ഖബറിനടുത്ത് എത്തി. അവർക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പുണ്യമായ ശരീരം മോഷ്ടിക്കുന്നതിന് തൊട്ടുമുമ്പ് അവർ ഒരു അത്ഭുതകരമായ സംഭവം നേരിട്ടു. അത് ലക്ഷക്കണക്കിന് ആളുകളെ പൂർണ്ണമായ ഞെട്ടലിലാക്കി. പക്ഷേ ചോദ്യം അവശേഷിക്കുന്നു: ആ 2 പുരുഷന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്തുകൊണ്ട്? ഏത് ദൈവിക ഇടപെടൽ അവരുടെ പിടിക്കപ്പെടലിന് കാരണമായി? അവരുടെ അന്തിമ വിധി എന്തായിരുന്നു? അവർക്ക് അറിയാത്തത് നഗരത്തിന്റെ ഒരു രക്ഷകൻ അത്ഭുതകരമായ രീതിയിൽ മുകളിൽ നിന്ന് എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. തുടർന്ന് സംഭവിച്ചത് ചരിത്രത്തിന്റെ പേജുകളിൽ എന്നേക്കുമായി രേഖപ്പെടുത്തപ്പെട്ടു. 557 ഹിജ്റയുടെ ആഴമുള്ള രാത്രിയിൽ സുൽത്താൻ നൂറുദ്ദീൻ ജംഗി റഹ്മദി അല്ലൈ തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ച് കണ്ണീരോടെ ദീർഘനേരം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. പിന്നീട് ക്ഷീണിതനായി അദ്ദേഹം ഉറങ്ങി. ചുറ്റുപാടുകൾ പൂർണ്ണമായും നിശബ്ദമായിരുന്നു. ഒരു പൂർണ്ണമായ നിശബ്ദ രാത്രി, എവിടെയും ശബ്ദമില്ല. ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം ഒരു അസാധാരണ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുറിയിലുണ്ടായിരുന്നത് കണ്ടു. ഒരു ആമുഖവുമില്ലാതെ പ്രവാചകൻ 2 നീലക്കണ്ണുള്ള പുരുഷന്മാരെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു: "ഓ നൂറുദ്ദീൻ മഹ്മൂദ്, അവർ എനിക്ക് ഉപദ്രവം ചെയ്യുന്നു. അവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കുക." ഈ ഭയാനക സ്വപ്നത്താൽ ഞെട്ടി സുൽത്താൻ പെട്ടെന്നുണർന്നു. അദ്ദേഹത്തിന്റെ ഉറക്കം തകർന്നു. ഭയത്തോടും അത്ഭുതത്തോടും കൂടി അദ്ദേഹം അസ്വസ്ഥനായി മുറിയിൽ നടക്കുകയും ചിന്തിക്കുകയും ചെയ്തു: ആരാണ് ഈ ആളുകൾ? അവർ ഏത് ഗൂഢാലോചന നടത്തുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോൾ ഖബറിലെ ജീവിതത്തിലാണ്. ആരെങ്കിലും അദ്ദേഹത്തെ എങ്ങനെ ഉപദ്രവിക്കും? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു: ശൈതാൻ പ്രവാചകന്റെ രൂപത്തിൽ വരില്ല. അതിനാൽ ഞാൻ ശരിക്കും ഒരു സത്യസ്വപ്നം കണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഹൃദയം ഭയത്തോടെ വിറച്ചു. ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് വുദു ചെയ്തു, കുളിച്ചു. പിന്നീട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് സഹായം യാചിച്ചു. അത്തരമൊരു സ്വപ്നം ആരോട് പറയണം അല്ലെങ്കിൽ ആരോട് ആലോചിക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ദീർഘനേരം പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം വീണ്ടും കിടന്നു. ഉറങ്ങിയതിന് തൊട്ടുപിന്നാലെ അദ്ദേഹം അതേ സ്വപ്നം വീണ്ടും കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു: "ഓ നൂറുദ്ദീൻ മഹ്മൂദ്, ഈ 2 പേരിൽ നിന്ന് എന്നെ രക്ഷിക്കുക." ഈ തവണ അദ്ദേഹം കാലതാമസം വരുത്തിയില്ല. സുൽത്താൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അല്ലാഹുവിന്റെ നാമം ഉരുവിട്ടുകൊണ്ടുയർന്നു. വീണ്ടും വുദു ചെയ്തു നമസ്കാരത്തിന് നിന്നു. ഭയത്തോടെ വിറച്ചുകൊണ്ടും കണ്ണീരൊഴുകുകയും ചെയ്തു അദ്ദേഹം 2 റകഅത്ത് പ്രാർത്ഥിച്ചു. പിന്നീട് ദീർഘനേരം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥന തുടർന്നു. രാത്രി ഇപ്പോഴും നീണ്ടതായിരുന്നു. ലോകമാകെ നിശബ്ദമായിരുന്നു. ഒരു വലിയ അപകടം അടുത്തുവരുന്നത് പോലെ. ഒരു അദൃശ്യ ഭീതി ചുറ്റുപാടും പടർന്നു. സുൽത്താൻ നൂറുദ്ദീൻ ജംഗി റഹ്മദഹി അല്ലൈ ആകാശത്തിലേക്ക് നോക്കി. സ്വപ്നത്തിലെ ആ 2 പുരുഷന്മാർ തന്റെ നേരെ ഓടിവരുന്നത് കണ്ടു. അദ്ദേഹം ആ ഭയാനക മുഖങ്ങൾ മറക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം കണ്ണുകൾ അടച്ചുകിടന്നു. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം ഉറങ്ങി. അതേ സ്വപ്നം വീണ്ടും കണ്ടു. സ്വപ്നത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു: നൂറുദ്ദീൻ മഹ്മൂദ്, ഈ 2 പുരുഷന്മാരിൽ നിന്ന് എന്നെ മോചിപ്പിക്കുക. ഈ സ്വപ്നം കണ്ട് സുൽത്താൻ കരഞ്ഞുകൊണ്ടെഴുന്നേറ്റു. ഈ തവണ അദ്ദേഹം ഇനി സംശയിച്ചില്ല. പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്റെ പുണ്യമായ ഖബർ അപകടത്തിലാണെന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ശക്തമായ ബോധ്യം ജനിച്ചു. അദ്ദേഹം ഉടനെ വുദു ചെയ്ത് ഫർള് നമസ്കാരം നിർവഹിച്ചു. പിന്നീട് അദ്ദേഹം തന്റെ പ്രധാനമന്ത്രി ജലാലുദ്ദീൻ മൗസൂറിന്റെ അടുത്തെത്തി. രഹസ്യമായി അദ്ദേഹം മുഴുവൻ സ്വപ്നവും വെളിപ്പെടുത്തി. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ജലാലുദ്ദീൻ പറഞ്ഞു: സാറേ, നിങ്ങൾ ഇപ്പോഴും കാലതാമസം വരുത്തുന്നുണ്ടോ? തീർച്ചയായും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ വിശ്രമസ്ഥലം ഗുരുതരമായ അപകടത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ ആവർത്തിച്ചു വിളിക്കുന്നത്. സമയം പാഴാക്കരുത്. ഉടനെ മദീനയിലേക്ക് പുറപ്പെടുക. സുൽത്താൻ ഇനി കാലതാമസം വരുത്തിയില്ല. 16,000 കുതിരപ്പടയാളികളോടും അപാരമായ സമ്പത്തോടും കൂടി അദ്ദേഹം ബാഗ്ദാദിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. 17 ദിവസങ്ങൾ രാപ്പകൽ യാത്ര ചെയ്ത ശേഷം അദ്ദേഹം മദീന ഷരീഫിലെത്തി. അദ്ദേഹം വുദു ചെയ്ത് ശുദ്ധീകരണം നടത്തി 2 റകഅത്ത് നഫിൽ നമസ്കാരം നിർവഹിച്ചു. ദീർഘനേരം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു.
പിന്നീട് അദ്ദേഹം മദീനയെ തന്റെ മുഴുവൻ സൈന്യവുമായി ചുറ്റപ്പെടുത്തി. അദ്ദേഹം ഉടനെ ഉത്തരവിട്ടു, പുറത്തുനിന്ന് ആരും മദീനയിൽ പ്രവേശിക്കരുത്, മദീനയിലുള്ളവരിൽ ആരും പുറത്തു പോകരുത്. അതിനുശേഷം സുൽത്താൻ ജുമുഅ ഖുത്ബ നിർവഹിച്ചു. മദീനയിലെ എല്ലാ നിവാസികളെയും ഞാൻ ക്ഷണിച്ച് ഒരു ഭക്ഷണം നൽകാൻ ആഗ്രഹിക്കുന്നു. എന്റെ അഭ്യർത്ഥനയാണ്, ഒരു വ്യക്തി പോലും ഈ ക്ഷണത്തിൽ നിന്ന് വിട്ടുപോകരുത്. സുൽത്താൻ സ്വയം ഒരു വമ്പിച്ച വിരുന്ന് ക്രമീകരിച്ചു. അങ്ങനെ മദീനയിലെ ഓരോ വ്യക്തിയും ഈ ക്ഷണത്തിൽ പങ്കെടുക്കാൻ കഴിയും. നിശ്ചിത സമയത്ത് ഭക്ഷണം ആരംഭിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷിച്ചു. ദൂരസ്ഥലങ്ങളിലുള്ളവരെ പോലും കുതിരകളിലും കഴുതകളിലും കൊണ്ടുവന്ന് വിരുന്നിൽ പങ്കെടുപ്പിച്ചു. അങ്ങനെ ഏകദേശം 15 ദിവസങ്ങൾക്കിടയിൽ അസംഖ്യം ആളുകൾ സുൽത്താന്റെ രാജകീയ വിരുന്നിൽ പങ്കെടുത്തു. അവസാനം സുൽത്താൻ ചോദിച്ചു, ആരെങ്കിലും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ അവരെയും വിരുന്നിലേക്ക് കൊണ്ടുവരിക. പിന്നീട് വിശ്വസനീയ സ്രോതസ്സുകളിൽ നിന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല സാറേ, ആരും ബാക്കിയില്ല. ഇത് കേട്ട് സുൽത്താൻ ആഴമായ ചിന്തയിലായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ആരും ബാക്കിയില്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ട ആ ശപിക്കപ്പെട്ട 2 വ്യക്തികൾ എവിടെയാണ്? ഞാൻ ഓരോ അതിഥിയെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പക്ഷേ ആരുടെയും രൂപം സ്വപ്നത്തിലെ 2 പേരുമായി പൊരുത്തപ്പെടുന്നില്ല. എന്റെ ദൗത്യം പരാജയപ്പെടുമോ? ചിന്തയിൽ മുങ്ങി അദ്ദേഹം വീണ്ടും പ്രഖ്യാപിച്ചു, മദീനയിലെ എല്ലാവരും വിരുന്ന് കഴിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും തിരയുക. പിന്നീട് ആരോ പറഞ്ഞു, സാറേ, എനിക്കറിയാവുന്നിടത്തോളം 2 വ്യക്തികൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അവർ അള്ളാഹുവിനോട് വളരെ ഭക്തരാണ്. ആരുടെയും വിരുന്നിൽ പങ്കെടുക്കാറില്ല, അല്ലെങ്കിൽ സമ്മാനങ്ങൾ സ്വീകരിക്കാറില്ല. പകരം അവർ മറ്റുള്ളവർക്ക് ദാനം നൽകുന്നു. നിശബ്ദരും സ്നേഹമുള്ളവരും പൊതുശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. ഇത് കേട്ട് സുൽത്താന്റെ കണ്ണുകൾ വൈദ്യുതിയോടെ തിളങ്ങി. കാലതാമസം വരുത്താതെ അദ്ദേഹം ചില സഹായികളുമായി അവരുടെ വസതിയിലേക്ക് പോയി. അവിടെ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട ആ 2 വ്യക്തികളെ കണ്ടു. അവരെ കണ്ട് സുൽത്താന്റെ മുഖം കോപത്താൽ ചുവന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ നിന്ന് വന്നു? നിങ്ങൾ എന്തുകൊണ്ട് എന്റെ വിരുന്നിൽ പങ്കെടുത്തില്ല? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ പടിഞ്ഞാറ് നിന്ന് ഹജ്ജ് നിർവഹിച്ച ശേഷം വന്നു. ഞങ്ങൾ ഇവിടെ സിയാറത്തിന് വന്നു. പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രേമത്തിൽ മുങ്ങി ഞങ്ങൾക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. അതിനാൽ ഞങ്ങൾ ഇവിടെ താമസിച്ചു. ആരാധനയിലും ഖുർആൻ പാരായണത്തിലും നഫൽ നമസ്കാരങ്ങളിലും സമയം ചെലവഴിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം അല്ലാഹുവിൽ മാത്രമാണ്. ഞങ്ങൾ മറ്റാരുടെയും വിരുന്നിലേക്ക് പോകാറില്ല. ആളുകൾ പറഞ്ഞു, സാറേ, അവർ ഇവിടെ ദീർഘകാലമായുണ്ട്. അവർ വളരെ നല്ല ആളുകളാണ്. അവർ അസംഖ്യം ദരിദ്രരെയും അനാഥരെയും അസഹായരെയും സഹായിക്കുന്നു. പലരും അവരുടെ ദാനത്തിൽ നിന്ന് ജീവിക്കുന്നു. സുൽത്താൻ വീണ്ടും അവരുടെ മുഖങ്ങളും പെരുമാറ്റവും ആഴത്തിൽ നിരീക്ഷിച്ചു. അദ്ദേഹം ഉറപ്പിച്ചു, ഇവരാണ് ആ 2 വ്യക്തികൾ. ഇപ്പോൾ അദ്ദേഹം കർക്കശവും ഗൗരവമുള്ളതുമായ ശബ്ദത്തിൽ പറഞ്ഞു, സത്യം പറയുക. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇവിടെ എന്തിനാണ്? പക്ഷേ അവർ അതേ കാര്യം ആവർത്തിച്ചു. ഞങ്ങൾ ഹജ്ജിനും സിയാറത്തിനുമായി മാത്രം വന്നു. പ്രിയപ്പെട്ട പ്രവാചകനോട് അടുത്തിരിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. സുൽത്താൻ നൂറുദ്ദീൻ ജംഗീർ അഹ്മദ് അല്ലൈ ഇനി മറ്റാരെയും ശ്രദ്ധിച്ചില്ല. അദ്ദേഹം നേരിട്ട് ഉത്തരവിട്ടു, അവരെ അവിടെ തടഞ്ഞുവെക്കുക. പിന്നീട് അദ്ദേഹം സ്വയം വീട് പൂർണ്ണമായി പരിശോധിക്കാൻ പോയി. പരിശോധനയിൽ പല വിലയേറിയ സാധനങ്ങളും ചില അപൂർവ പുസ്തകങ്ങളും കണ്ടെടുത്തു. പക്ഷേ അദ്ദേഹം കണ്ട സ്വപ്നത്തെ വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നും കണ്ടെടുത്തില്ല. ഈ അജ്ഞാത രഹസ്യം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടതിനാൽ സുൽത്താൻ ക്രമേണ അസ്വസ്ഥനായി. ഒരു വശത്ത് സ്വപ്നത്തിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴമായ ചിന്തയുണ്ടാക്കി. മറുവശത്ത് ഒന്നും കണ്ടെത്താത്തത് അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടാക്കി. ഇതിനിടയിൽ മദീനയിലെ പലരും അവരെ ശുപാർശ ചെയ്തു. അവർ പറഞ്ഞു, സാറേ, അവർ പ്രായമായവരാണ്. അവർ പകൽ മുഴുവൻ നോമ്പ് നോറ്റ് രാത്രികളുടെ ഭൂരിഭാഗവും ആരാധനയിൽ ചെലവഴിക്കുന്നു. അവർ റൗദ ഷരീഫിനടുത്ത് 5 നേര നമസ്കാരം നിർവഹിക്കുന്നു. അവർ ജന്നത്തുൽ ബഖീയിലേക്ക് ദിവസവും സന്ദർശിക്കുന്നു. ശനിയാഴ്ചകളിൽ ഖുബാ മസ്ജിദിലേക്ക് പോകുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർ ഒഴിഞ്ഞ കൈയോടെ മടങ്ങാറില്ല. അവരുടെ വിവരണം കേട്ട് സുൽത്താൻ ശരിക്കും അത്ഭുതപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം ഉപേക്ഷിച്ചില്ല. അദ്ദേഹം ഇപ്പോൾ മുറിയുടെ കൂടുതൽ ആഴമായ അന്വേഷണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അദ്ദേഹം മുറിയിലെ ഓരോ ഇനവും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. ഇപ്പോഴും സംശയാസ്പദമായ ഒന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല.
അവസാനം ഒരു ഘട്ടത്തിൽ നൂറുദ്ദീൻ സംഘി റഹ്മത്തഹ അലൈ തന്റെ സഹായികളോട് പറഞ്ഞു, അവരുടെ പ്രാർത്ഥനാ പരവതാനി ഉയർത്തി കാണിക്കുക. സഹായികൾ നിർദ്ദേശം പാലിച്ചു. പരവതാനി നെയ്ത മാറ്റിന് മുകളിലാണ് വിരിച്ചിരുന്നത് എന്ന് കണ്ടു. സുൽത്താൻ പിന്നീട് മാറ്റും നീക്കുക എന്ന് പറഞ്ഞു. മാറ്റുയർത്തിയപ്പോൾ അടിയിൽ ഒരു വലിയ കല്ല് പ്രത്യക്ഷപ്പെട്ടു. സുൽത്താൻ അതും നീക്കാൻ ഉത്തരവിട്ടു. കല്ല് നീക്കിയ ഉടനെ അടിയിൽ ഒരു തുരുമ്പ് കണ്ടെടുത്തു. അത് വളരെ ദൂരം നീണ്ടുകിടക്കുന്നു. പുണ്യമായ റൗദയിലേക്ക് അപകടകരമാംവിധം അടുത്തെത്തിയിരുന്നു. ഇത് കണ്ട് നൂറുദ്ദീൻ സംഘി റഹ്മത്ത അലി ഇടിമിന്നൽ പോലെ ഞെട്ടി. അദ്ദേഹത്തിന്റെ മുഖം കോപത്താൽ ചുവന്നു. കണ്ണുകളിൽ തീ ജ്വലിക്കുന്നതുപോലെ തോന്നി. അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവനും ഭയവും ക്രോധവും നിറഞ്ഞു. 2 പുരുഷന്മാരെ നോക്കി അദ്ദേഹം ക്രുദ്ധനായ സിംഹത്തെപ്പോലെ അലറി കർക്കശമായ ശബ്ദത്തിൽ പറഞ്ഞു, സത്യം വ്യക്തമായി പറയുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്ന രീതിയിൽ ശിക്ഷിക്കും. പറയുക, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഉദ്ദേശ്യം എന്താണ്? ആരാണ് നിങ്ങളെ ഇവിടെ അയച്ചത്? സുൽത്താന്റെ കോപാവേശമുള്ള ആവശ്യത്താൽ ഭയന്ന് പുരുഷന്മാർ വിറയ്ക്കാൻ തുടങ്ങി. അപകടം അടുത്തുവന്നതായി മനസ്സിലാക്കി അവർ ഇനി സത്യം മറച്ചുവെക്കാൻ ധൈര്യപ്പെട്ടില്ല. അവർ സമ്മതിച്ചു, ഞങ്ങൾ ജൂതന്മാരാണ്. മോസുൽ നഗരത്തിലെ ജൂതന്മാർ ഞങ്ങളെ വർഷങ്ങളായി പരിശീലിപ്പിച്ചു. ഞങ്ങളെ യോഗ്യരായ ഏജന്റുമാർ തയ്യാറാക്കി വലിയ തുകയോടെ ഇവിടെ അയച്ചു. ഞങ്ങളുടെ ദൗത്യം ഏതു വിധേനയും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുണ്യമായ ശരീരം പുറത്തെടുത്ത് യൂറോപ്പിലെ ജൂതന്മാർക്ക് നൽകുക എന്നതായിരുന്നു. വിജയിച്ചാൽ അവർ ഞങ്ങൾക്ക് കൂടുതൽ അപാരമായ സമ്പത്ത് വാഗ്ദാനം ചെയ്തു. സുൽത്താൻ കർക്കശമായി ചോദിച്ചു, നിങ്ങൾ ഈ ദുഷ്ടപദ്ധതി എങ്ങനെ നടപ്പാക്കാൻ ശ്രമിച്ചു? ഏത് രീതി ഉപയോഗിച്ചു? തലകുനിച്ച് അവർ മറുപടി പറഞ്ഞു, ഓരോ രാത്രിയും അർദ്ധരാത്രിക്ക് ശേഷം ഞങ്ങൾ തുരുമ്പ് കുഴിച്ചുകൊണ്ടിരുന്നു. കുഴിച്ച മണ്ണ് തോൽ സഞ്ചികളിൽ നിറച്ച് മദീന നഗരത്തിന് പുറത്ത് രഹസ്യമായി കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങളിത് നിശബ്ദമായി 3 തുടർച്ചയായ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്നു. അവർ കൂട്ടിച്ചേർത്തു, ഞങ്ങൾ പുണ്യമായ അറയോട് വളരെ അടുത്തെത്തിയപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ ശരീരം പുറത്തെടുത്ത് യൂറോപ്പിലെ ജൂതന്മാർക്ക് നൽകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ പെട്ടെന്നൊരു ഭയാനക സംഭവം സംഭവിച്ചു. ആകാശം തകർന്നു വീഴുന്നതുപോലെ തോന്നി. ഭൂമി ഭൂകമ്പത്തിലെന്ന പോലെ വിറച്ചു. മുഴുവൻ ലോകവും നാശത്തിന്റെ വക്കിലാണെന്ന് തോന്നി. തുരുമ്പിനുള്ളിൽ തന്നെ ഞങ്ങളുടെ കബറുകൾ കുഴിക്കുന്നതുപോലെ തോന്നി. ആ ഭയാനകാനുഭവത്തിനു ശേഷം ഞങ്ങൾ ജോലി നിർത്തി. അവരുടെ സമ്മതം കേട്ട ശേഷം സുൽത്താൻ നൂറുദ്ദീൻ സംഘി റഹ്മത്ത അലിക്ക് എല്ലാം വ്യക്തമായി. ഈ വഞ്ചകരെ അത്തരമൊരു മാതൃകാപരമായ രീതിയിൽ ശിക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഇനി ആരും ഇത്തരമൊരു ധൈര്യം കാണിക്കാതിരിക്കട്ടെ. സുൽത്താൻ മസ്ജിദിന് അടുത്തുള്ള ഒരു വിശാലമായ മൈതാനത്തുയരമുള്ള മരപ്പലക നിർമ്മിക്കാൻ ഉത്തരവിട്ടു. മദീനയിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലും പ്രഖ്യാപനങ്ങൾ നടത്തി എല്ലാവരും ഒത്തുചേരട്ടെ. നിശ്ചിത സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ മൈതാനത്ത് ഒത്തുചേർന്നു. സുൽത്താൻ നൂറുദ്ദീൻ സംഘി റഹ്മത്തുല്ല അലി 2 കുറ്റവാളികളെയും ഇരുമ്പ് ചങ്ങലകളിൽ ബന്ധിച്ച് ജനക്കൂട്ടത്തിനു മുമ്പിൽ കൊണ്ടുവന്നു. അവർ തയ്യാറാക്കിയ ഭയാനക ഗൂഢാലോചന വെളിപ്പെടുത്തി. മുഴുവൻ സമ്മേളനവും പൂർണ്ണമായ ഞെട്ടലിലായി. അവരുടെ പുണ്യമായ നഗരത്തിൽ ഇത്രയും കാലം ഇത്തരമൊരു ദുഷ്ടപദ്ധതി നടന്നുകൊണ്ടിരുന്നുവെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കോപാകുലരായ ജനക്കൂട്ടം മാതൃകാപരമായ ശിക്ഷയ്ക്കായി നിലവിളിച്ചു. സുൽത്താൻ മറുപടി പറഞ്ഞു, അതെ, അവരുടെ ശിക്ഷ എല്ലാവർക്കും പാഠമാകും. അദ്ദേഹം വലിയ അളവിലുള്ള വിറക് ശേഖരിക്കാൻ ഉത്തരവിട്ടു. പിന്നീട് 2 പുരുഷന്മാരെയും മരപ്പലകയ്ക്കടിയിൽ ചുട്ടരിച്ചു വധിക്കുകയായിരുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ആ തീ 11 ദിവസങ്ങൾ തുടർച്ചയായി കത്തി. അതിനുശേഷം സുൽത്താൻ നൂറുദ്ദീൻ സംഘി റഹ്മത്തുല്ല അലി വലിയ ചെലവിൽ റൗദയ്ക്ക് ചുറ്റും ശക്തമായ ഒരു തടസ്സം നിർമ്മിച്ചു. 1000-ലധികം മൗണ്ടുകൾ ഭാരമുള്ള ഉരുകിയ ലെഡ് ഉപയോഗിച്ച്. അങ്ങനെ ഇനി ആരും ഇത്തരമൊരു പുണ്യസ്ഥലത്തടുക്കാൻ ധൈര്യപ്പെടാതിരിക്കട്ടെ. അദ്ദേഹം അള്ളാഹുവിന് അഗാധമായ നന്ദി പറഞ്ഞു. ഇത്തരമൊരു ഉന്നത സേവനത്തിന്റെ ബഹുമതി നൽകിയതിന് അള്ളാഹുവിനോടുള്ള നന്ദിയും ഭക്തിയും കൊണ്ട് അദ്ദേഹം ഒരാഴ്ച നീണ്ട ആഘോഷം നടത്തിയെന്ന് പറയപ്പെടുന്നു. സുൽത്താൻ നൂറുദ്ദീൻ സംഘി റഹ്മത്ത് അല്ലാഹലി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇച്ഛപ്രകാരം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുണ്യമായ വിശ്രമസ്ഥലത്തിന് വളരെ അടുത്ത് അടക്കം ചെയ്യപ്പെട്ടു. പുണ്യമായ മദീന ഭൂമി സന്ദർശിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.